എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ആഴ്ചയിലത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് അമേരിക്കൻ മാർക്കറ്റ് അതുപോലെ തന്നെ മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് കഴിഞ്ഞ 3 ആഴ്ച പെർഫോം ചെയ്തിട്ടുള്ളത്. 6 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഇറാൻ ഇസ്രായേൽ അമേരിക്ക ക്രൈസിസ് ആരംഭിച്ചതിന് ശേഷം. കഴിഞ്ഞ ആഴ്ചയിലാണ് ഒരു സീസ് ഫയറൊക്കെ അനൗൺസ് ചെയ്തത്. അതിനുശേഷം ഇന്നലെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് അതുപോലെ തന്നെ ഇറാനിൽ നിന്നുള്ള മുതിർന്ന പല ഒഫീഷ്യൽസും തമ്മിലുള്ള ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു ഇസ്ലാമാബാദിൽ വെച്ച്. പാകിസ്ഥാൻ്റെ സാന്നിധ്യത്തിലാണ്, പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഡിസ്കഷനൊക്കെ നടന്നിരുന്നത്. ഈ ഡിസ്കഷനിലും ഒരു തരത്തിലുള്ള തീരുമാനം ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. മറിച്ച് ഇറാൻ ന്യൂക്ലിയർ പവർ പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോകും, അമേരിക്ക അതിന് തയ്യാറല്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 10 ഡിമാൻഡുകളിൽ 8 ഡിമാൻഡുകളും ഇറാൻ അംഗീകരിച്ചു, 2 ഡിമാൻഡുകൾ മാത്രമാണ് ഇറാൻ അംഗീകരിക്കാതിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അത് പ്രധാനമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിമാൻഡുകൾ തന്നെയാണ്. ഇറാന് ന്യൂക്ലിയർ പവർ ഡെവലപ്പ് ചെയ്യാനുള്ള അനുമതി നൽകണം എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഗ്ലോബലി വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് ഈ ക്രൈസിസിൽ കാണുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് അത്തരത്തിലുള്ള ഒരു ഡിമാൻഡിന് നിന്നു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമായിരിക്കുന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ തീരുമാനമാവുന്നവരെ ഈ ക്രൈസിസിന് ഒരു അയവ് വരുമെന്നുള്ള കാര്യം നമുക്ക് തീർച്ചപ്പെടുത്താനായിട്ട് സാധിക്കില്ല. മറിച്ച് ഇസ്രായേൽ ലെബനോണിലും ലെബനോൺ ഇസ്രായേലിന് നേരെയൊക്കെ ഇന്നും വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഒരു ഫെയിലിയർ ആയിരുന്നു ഡിസ്കഷൻ. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഏഷ്യൻ മാർക്കറ്റുകളിൽ ഒരു നെഗറ്റീവ് റിയാക്ഷൻ കണ്ടേക്കാം. ഒപ്പം ക്രൂഡ് ഓയിൽ മാർക്കറ്റിലും അതിൻ്റേതായ നെഗറ്റീവ് റിയാക്ഷനൊക്കെ കണ്ടേക്കാം. ക്രൂഡ് ഓയിൽ പ്രൈസ് മുന്നേറാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലിനകത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് സൂചിപ്പിക്കുന്ന യൂറോപ്പ് അടക്കമുള്ള പല രാജ്യങ്ങളിലും ഫിസിക്കൽ ക്രൂഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ ലഭ്യത വളരെ കുറവാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ്. ഒരു മാസമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ക്രൈസിസിൻ്റെ ഇമ്പാക്റ്റ് യൂറോപ്പിൽ ഫീൽ ചെയ്തു തുടങ്ങിയിരിക്കുന്ന റിപ്പോർട്ടുകളാണ്. തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ചും നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഡീസലിൽ മേൽ 55.5 രൂപ പെർ ലിറ്റർ എക്സ്പോർട്ട് സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏവിയേഷൻ ടർബോ ഫ്യൂവലിലും ഇത്തരത്തിലുള്ള സെസ്സൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും യൂറോപ്പിൽ പല രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ഡീസലൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് വീണ്ടും നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒപ്പം ഇന്ത്യയിൽ നിന്ന് ഡീസൽ അതുപോലെ തന്നെ ഏവിയേഷൻ ടർബോ ഫ്യൂവലൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന റിലയൻസ് പോലുള്ള കമ്പനികളെ സംബന്ധിച്ചും ഈ ഗവൺമെൻറ്റിൻ്റെ മൂവ് നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. പൊതുവേ ഒരു ഗ്ലൂമി സിറ്റുവേഷനാണ് ഈ ഇറാൻ ഇസ്രായേൽ അമേരിക്ക ക്രൈസിസ് ഡിസ്കഷന് ശേഷമൊക്കെ വീണ്ടും ഉരുത്തിരിഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നെഗറ്റീവ് റിയാക്ഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതേസമയം നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ്സൊക്കെ ഉണ്ട്. Q4 റിസൾട്ടുകളും ആനുവൽ റിസൾട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. TCSൻ്റെ Q4 റിസൾട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി ഇത്തരത്തിലുള്ള റിസൾട്ടുകളുടെ ഡിസ്കൗണ്ടിങ്ങും കൂടി മാർക്കറ്റിൽ നടക്കുകയാണ്. TCS റിസൾട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം IT സ്റ്റോക്കുകളിലൊന്നും തന്നെ കാര്യമായിട്ടുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും കണ്ടിട്ടില്ല. മറിച്ച് TCSലെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. സെലക്റ്റീവ് ആയിട്ടുള്ള റിക്കവറി മാത്രമാണ് IT സ്റ്റോക്കുകളിലും കണ്ടിട്ടുള്ളത്. അപ്പോൾ Q4 റിസൾട്ടുകൾ, ഇനി വരാൻ പോകുന്ന റിസൾട്ടുകൾ, അതുപോലെ തന്നെ ആനുവൽ റിസൾട്ടുകൾ, ഒപ്പം LIC പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ബോണസ് അനൗൺസ്മെൻറ്റ് നടത്താൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഓൺഡ് PSU കമ്പനികളെല്ലാം തന്നെ ഹയർ ഡിവിഡൻറ്റും അനൗൺസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്സാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി ഗ്ലോബലി മറ്റ് സെഗ്മെൻറ്റുകളുടെ പെർഫോമൻസ്, പ്രത്യേകിച്ച് കമോഡിറ്റി സെഗ്മെൻറ്റിലെ ഗോൾഡ്, സിൽവർ, കോപ്പർ, അലുമിനിയം, ബ്രൻഡ് ക്രൂഡ് ഓയിൽ, ഈ കമോഡിറ്റികളുടെ പെർഫോമൻസ് കഴിഞ്ഞ ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ, അതുപോലെ തന്നെ അലുമിനിയം, കോപ്പർ, ഈ എല്ലാ കമോഡിറ്റികളും ബെറ്റർ ആയിട്ടാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. $4,747 പെർ ഔൺസാണ് സ്പോട്ട് ഗോൾഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം സിൽവർ $75.67 പെർ ഔൺസാണ് സിൽവർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അലുമിനിയം കഴിഞ്ഞ ആഴ്ചയിൽ മറ്റ് കമ്മോഡിറ്റികളായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ഫുട്ടിങ്ങിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ്, അതുപോലെ തന്നെ
ഷോർട്ട് സപ്ലൈ, ഈ ഇഷ്യൂസാണ് അലുമിനിയത്തിനെ സംബന്ധിച്ച് വീണ്ടും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്നത്. തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എക്സ്പോർട്ട്സൊക്കെ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള അലുമിനിയം കമ്പനികളെല്ലാം തന്നെ ഇത് വളരെയധികം ഷോർട്ടേജ് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ അലുമിനിയത്തിൻ്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ റുപ്പി $ന് അഗൻസ്റ്റ് ആയിട്ട് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 92.65 രൂപ പെർ ഡോളറിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ആഴ്ചയിൽ വീണ്ടും റുപ്പി താഴെ പോകാനുള്ള സാധ്യതകളുണ്ട്. ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസും അതുപോലെ തന്നെ ഈ ക്രൈസിസ് ന്യൂസുകളാണ് ഇതിനെ പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫോറക്സ് റിസർവ് ബെറ്റർ ഫിഗറാണ് ഫോറക്സ് റിസർവ് കാഴ്ചവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം വെള്ളിയാഴ്ച ആദ്യമായിട്ട് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ബൈയിങ് നടത്തിയിട്ടുണ്ട്. ഇത് പൊതുവെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. പക്ഷേ ക്രൈസിസ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പോസിറ്റീവുകൾക്കൊന്നും തന്നെ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് നൽകാനായിട്ട് ഉള്ള അവസരം നൽകുന്നില്ല. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് മുന്നിലുള്ളത് ഈ ക്രൈസിസ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ്. ഒപ്പം ഏപ്രിൽ 28, 29 തീയതികളിലാണ് US ഫെഡിൻ്റെ മീറ്റിംഗ് വരുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് ആവാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അമേരിക്കയിലത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ അനൗൺസ്മെൻ്റ് ഒക്കെ വന്നിരുന്നു. ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആണ്, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള തീരുമാനം എടുത്തേക്കോ എന്നുള്ളൊരു ഹോപ്പൊക്കെ അമേരിക്കയിലുണ്ട്. അത്തരത്തിൽ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇനി കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിലത്തെ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ടെക്നോളജി സ്റ്റോക്കുകൾ ഒരു മിക്സഡ് റിയാക്ഷനാണ് കഴിഞ്ഞ ആഴ്ച കാഴ്ചവെച്ചിരിക്കുന്നത്. അതേസമയം അപ്ലൈഡ് മെറ്റീരിയൽ സെമി കണ്ടക്ടർ എക്യുപ്മെൻറ്റുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം ഫ്ലാഷ് മെമ്മറി ഉണ്ടാക്കുന്ന കമ്പനിയുണ്ട്, സാൻഡിസ്ക് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ ഉണ്ടാക്കുന്ന സീഗേറ്റ് ടെക്നോളജീസ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. വെസ്റ്റേൺ ഡിജിറ്റലും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഹാർഡ്വെയർ റിലേറ്റഡ് സ്റ്റോക്കുകൾ വീണ്ടും മുന്നേറുകയാണ്. വീണ്ടും ഈ സ്റ്റോക്കുകളിലേക്ക് മുന്നേറ്റം വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിൽ സാൻഡിസ്കിനും കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് വീണ്ടും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് അടുത്ത ദിവസങ്ങളിലും ഈ സ്റ്റോക്കിനൊക്കെ നൽകാൻ പോകുന്നത്. ഇതിനനുസരിച്ച് സൗത്ത് കൊറിയയിലുള്ള സാംസങ് ഇലക്ട്രോണിക്സ്, SK ഹൈനിക്സ് ഈ സ്റ്റോക്കുകളിലും ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണാനുള്ള സാധ്യതകളുണ്ട്. നമ്മളെ സംബന്ധിച്ച് പൊതുവെ ന്യൂസ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ IPO മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു IPO ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ചയാണ് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ഓം പവർ ട്രാൻസ്മിഷൻ കമ്പനിയാണ്. 0.71 ടൈംസ് ആണ് സെക്കൻഡ് ഡേ ക്ലോസ് ചെയ്യുമ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ഫൈനൽ ഡേ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്ന് ക്ലോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പവർ റിലേറ്റഡ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ലിസ്റ്റിംഗ് ഗെയിൻ ഒരുപക്ഷെ മൈനർ ലിസ്റ്റിംഗ് ഗെയിൻ ആയിരിക്കാം. പക്ഷേ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ലൊരു IPO ആണ് ഓം പവർ ട്രാൻസ്മിഷൻ ലിമിറ്റഡ്. ഇനി നമ്മൾ പൊതുവെയുള്ള മാർക്കറ്റിലത്തെ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഏഷ്യർ മോട്ടോഴ്സ് റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് ബൈക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 2.79 ലക്ഷമാണ് പ്രൈസ് വരുന്നത്. ഒരു ചാർജിൽ 154 കിലോമീറ്ററാണ് എൻ്റെ മൈലേജ്. തീർച്ചയായിട്ടും ഏപ്രിൽ 10 മുതൽ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഈ ബൈക്കിനും കിട്ടുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒരു പക്ഷേ ഐഷർ മോട്ടോഴ്സ് കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. കറണ്ട് ലെവലിൽ നിന്ന് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ബജാജ് ഓട്ടോ ഹൈഡ്രജൻ സ്കൂട്ടർ ലോഞ്ച് ചെയ്തിരുന്നു. 1 ലിറ്റർ വാട്ടറിന്മേൽ 280 കിലോമീറ്ററാണ് എൻ്റെ മൈലേജ് തന്നെ പറയുന്നത്. 20,000 രൂപയാണ് ഇനീഷ്യൽ ബുക്കിംഗ് പ്രൈസായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. എത്രയാണ് ഈ സ്കൂട്ടറിൻ്റെ പ്രൈസ് എന്നുള്ള കാര്യം ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റും ഒരു ഇന്നോവേഷൻ തന്നെയാണ്. അപ്പോൾ ഐഷർ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ ഈ 2 കമ്പനികളുടെ സ്റ്റോക്കുകളും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ്, ബജാജ് ഓട്ടോയുടെയൊക്കെ ഒരു ഹോൾഡിംഗ് കമ്പനി കൂടിയാണ് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ്. ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളായിരിക്കാം ഒരു പക്ഷേ നല്ല രീതിയിൽ ലോങ് റണ്ണിൽ മുന്നേറാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ പവർ ട്രാൻസ്മിഷൻ രംഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറണ്ട് എക്യുപ്മെൻറ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സീമെൻസ് എനർജി, അതുപോലെ തന്നെ ഹിറ്റാച്ചി എനർജി, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, അതുപോലെ തന്നെ പവർ ഗ്രിഡ്, ബേജൽ പ്രൊഡക്ട്സ്,
SME ലിസ്റ്റിങ്ങിലുള്ള ഒരു ഡാനിഷ് പവർ ഉണ്ട്. ഈ രംഗത്തുള്ളൊരു കമ്പനി തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ CG പവർ ഈ കമ്പനിയും ഈ രംഗത്തുള്ള കമ്പനിയാണ്. ധാരാളം കമ്പനികളുണ്ട്. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിമെൻസ് എനർജി, അതുപോലെ തന്നെ ഹിറ്റാച്ചി എനർജി, CG പവർ, BHEL, അതോടൊപ്പം തന്നെ ട്രാൻസ്മിഷൻ രംഗത്ത്, പവർ ട്രാൻസ്മിഷൻ രംഗത്തുള്ള അഡാനി എനർജി സൊല്യൂഷൻസ്, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെയധികം പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന റിപ്പോർട്ടുകളാണ് പവർ സെക്ടറിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന. ഡാറ്റാ സെൻറ്റർ ഡെവലപ്പ് ചെയ്യാണ്. ഈ ഡാറ്റാ സെൻറ്റർ ഡെവലപ്മെൻറ്റ് അനുസരിച്ച് പവർ റിലേറ്റഡ് എക്യുപ്മെൻറ്റുകൾക്കൊക്കെ ധാരാളം ഡിമാൻഡ് കൂടും. ഗ്ലോബലി നോക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾക്ക് ഡിമാൻഡ് കൂടുമെന്നുള്ള വിലയിരുത്തലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ഈ ക്രൈസിസ് ടൈമിലും മാർക്കറ്റ് താഴെ വരുമ്പോൾ ഒരു വാർ റെസിസ്റ്റൻ്റ് സ്റ്റോക്കുകളായിട്ട് നമുക്ക് ലോങ് ടൈമിലേക്ക് വാങ്ങാവുന്ന സ്റ്റോക്കുകളാണ്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് പൊതുവെ നോക്കുകയാണെങ്കിൽ NBFC റിലേറ്റഡ് സ്റ്റോക്കുകളുണ്ട്. പൂനാവാല ഫിൻകോർപ്പ് QIP ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ L&T ഫൈനാൻസ് പോസിറ്റീവ് റിപ്പോർട്ടുകളാണ്. ബജാജ് ഫൈനാൻസ് പോസിറ്റീവ് റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ ഒരു പരിധിവരെ വാർ റെസിസ്റ്റൻ്റ് ആണ്. അതേസമയം ഇന്ത്യൻ എക്കണോമി വലിയ രീതിയിൽ താഴെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ ബാങ്കും ഫൈനാൻഷ്യൽ ഇൻഷുറൻസ് രംഗത്തുള്ള സ്റ്റോക്കുകൾക്കൊക്കെ ഉണ്ടാവാം. ഒരുപക്ഷെ അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് സ്ലൈറ്റ്ലി എങ്കിലും ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങുന്ന ഒരു ഡിസിഷൻ ഈ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ നല്ലൊരു ഡിസിഷൻ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അതോടൊപ്പം തന്നെ പുതിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തതിൻ്റെ ഒരു ന്യൂസ് വരുന്നുണ്ട്. ഹൈഡ്രജൻ സ്റ്റൗ ഒരു ഇന്ത്യൻ കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ പേരൊന്നും പുറത്ത് വിട്ടിട്ടില്ല. 1.5 ലക്ഷം രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അതും വാട്ടറാണ് അവിടെയും റോ മെറ്റീരിയൽ വരുന്നത്. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽസ് ഉപയോഗിച്ചിട്ടുള്ളൊരു സ്റ്റൗ ആണ്. വലിയൊരു ഇന്നൊവേഷനാണ് ഇന്ത്യനെ സംബന്ധിച്ച്. ഇന്ത്യയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഇന്നൊവേഷൻ വന്നിരിക്കുന്നതൊക്കെ നമ്മളെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ വാച്ച് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ തിരഞ്ഞു പിടിച്ചുകൊണ്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഇൻഡിക്കേഷനാണ് ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ലോഞ്ചുകളിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതൊക്കെയാണ് ഈ ആഴ്ചയിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ സെൻട്രൽ ബാങ്കുകളും ETF-കളും വീണ്ടും ബയേഴ്സായിട്ട് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അടുത്ത ദിവസങ്ങളിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. ഗോൾഡ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ്. അതോടൊപ്പം തന്നെ സിൽവറിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസും പോസിറ്റീവ് തന്നെയാണ്. ഒപ്പം കോപ്പർ, അലുമിനിയം കമ്മോഡിറ്റികൾ, ഈ 4 കമ്മോഡിറ്റികളും ഒരുപക്ഷെ കറണ്ട് ലെവലിൽ നിന്ന് നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. തീർച്ചയായിട്ടും ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ക്രൈസിസ് റിലേറ്റഡ് ന്യൂസുകൾ തന്നെയാണ് അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ Q4 റിസൾട്ടുകൾ, വരാനുള്ള റിസൾട്ടുകൾ, ഒപ്പം ഹയർ ഡിവിഡൻറ്റുകൾ, ബോണസ് അനൗൺസ്മെൻറ്റുകളൊക്കെ PSU ബാങ്കുകൾ, അതുപോലെ തന്നെ PSU സ്റ്റോക്കുകളിൽ നിന്നൊക്കെ വന്നേക്കാം. ഇത്തരത്തിലുള്ള ന്യൂസിൻ്റെ ഇമ്പാക്റ്റൊക്കെ അതാത് സ്റ്റോക്കുകളിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.